സ്വാഭാവികമായിട്ടും നമ്മളത് പരിശോധിക്കുകയാണ്. ഗവൺമെൻറ് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചുള്ള പ്രവർത്തന രീതിയുണ്ട് ഗവൺമെൻറ്റിൽ. ആ നിലയിൽ ഗവൺമെൻറ് പരിശോധിച്ച് അതിൽ തെറ്റായ എന്തെങ്കിലും കണ്ടെത്തിയാൽ സ്വാഭാവികമായിട്ടും നടപടിയെടുക്കുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിനെ പിന്താങ്ങുകയോ പ്രോത്സാഹിപ്പിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്ന നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോ മുഖ്യമന്ത്രിക്കോ പാർട്ടിക്കോ ഇല്ല. ആ നിലയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയും ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുമാണ് കേരളത്തിൽ. സ്വാഭാവികമായിട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ മേലെ നടപടി എന്നുള്ള നിലയിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അത് പറഞ്ഞത് പലതും പരിശോധിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ നിലയ്ക്ക് അത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്നതാണ്. പൊതുവെ CPIM-നെ സഹായിക്കുന്നതല്ല. അപ്പോൾ അത്തരമൊരു നിലപാട് തിരുത്തണമെന്നാണ്, ആ നിലപാടിൽ നിന്ന് മാറണമെന്നാണ് ഞങ്ങൾ അദ്ദേഹത്തോട് സൂചിപ്പിച്ചത്. ഇപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകളുടെ പൊതു സ്വഭാവം നോക്കിയാൽ അത് പാർട്ടിയെ സഹായിക്കാനോ ഗവൺമെൻറ്റിനെ സഹായിക്കാനോ അല്ല. അത്തരമൊരു അനുചിതമായ പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്. ബാക്കി അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പരിശോധിച്ച് ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രതികരിക്കണം. ഈ സ്വർണ്ണക്കടത്തടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത്. സ്വർണ്ണക്കടത്തിന് മുഖ്യമന്ത്രി ഒത്താശ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആക്ഷേപമാണ്. അതോടൊപ്പം തന്നെയാണ് ഈ പ്രത്യേകിച്ച് ഈ പൂരം കലക്കുന്നതിന് വേണ്ടി ഒരു ഉന്നത കേന്ദ്രത്തിൽ നിന്ന് ADGPക്ക് നിർദ്ദേശം ചെന്നുവെന്നും കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റേണ്ട ആളുകളാണ് അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയതെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി ഈ ആരോപണ മുനയെല്ലാം നീളുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. അല്ല, ഇത് ഞാനത് പറഞ്ഞല്ലോ, ഇതൊക്കെ ആരോപണങ്ങളല്ലേ. ഞാൻ ആദ്യം പറഞ്ഞു പാർട്ടി എങ്ങനെയാണ്, ഗവൺമെൻറ് എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളിൽ പെരുമാറുന്നത് ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ബാക്കിയെ സംബന്ധിച്ച് ഞാനിനി പ്രതികരിക്കുന്നില്ല. ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചിട്ട് ബാക്കി പ്രതികരണം. ഇതില് പിന്നെ അൻവർ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പാർട്ടി പരിശോധിച്ച് ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് പാർട്ടി വലിയ അടിമത്തമാണെന്നാണ് പറയുന്നത്. ആർക്കും സംസാരിക്കാൻ പോലും ഗോവിന്ദൻ മാഷ് പോലും നിവൃത്തികേട് കൊണ്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് അൻവർ പറയുന്നത്. പാർട്ടി നമ്മുടെ സമൂഹത്തിലാണല്ലോ. എത്രയോ കൊല്ലങ്ങളായിട്ട് പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ പാർട്ടിക്ക് നല്ല ഒരു പൈതൃകവും പാരമ്പര്യവും പ്രവർത്തന ശൈലിയൊക്കെ ഉണ്ട്. അതിൽ നിന്നൊന്നും യാതൊരു വ്യത്യാസവും കേരളത്തിലെ പാർട്ടിക്ക് ഇപ്പോൾ സംഭവിച്ചിട്ടില്ല. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട്